കേട്ടിട്ടില്ലേ മൂമിനീങ്ങളെ? ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് കേൾക്കുന്ന ഓത്തല്ലേ ഹറമിലെ ഇമാമിന്റെ ഓത്ത്. എത്ര ആളുകളാണത് കേട്ടിട്ട് കരയുന്നത്? എത്ര ആളുകളാണത് കേട്ടിട്ട് സമയം ചെലവഴിക്കുന്നത്? എത്ര ആളുകളാണത് കേട്ടിട്ട് ഓത്ത് പഠിക്കുന്നത്? എത്ര ആളുകളാണ് ശൈലി പഠിക്കുന്നത്? ആ ഇമാമ് ആഖിറത്തിൽ വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അതേ ഓത്ത് കേട്ടിട്ട് സൗന്ദര്യം കൊണ്ടെങ്കിൽ ആ ശബ്ദം വെറുതെയാകുമോ? ആ ശബ്ദ സൗന്ദര്യത്തിന് സ്ഥാനം കുറയുമോ? റമളാൻ 27 ഹറമിലേക്ക് പോയി നോക്കൂ. ലക്ഷോപിലക്ഷം ആളുകൾ സൊഫ് സൊഫായി നിന്ന് ആ ഇമാമുൽ ഹറമൈനിന്റെ ഓത്ത് കേട്ടിട്ട് സുബ്ഹാനല്ലാഹ് 2 മണിക്കൂറിലധികം നീളുന്ന തറാവീഹില് സമയം പോയതറിഞ്ഞില്ല. നേരം വൈകുന്ന പ്രശ്നമേ ഇല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന് സുന്ദരമായ ശബ്ദം കൊണ്ടങ്ങ് ഈണം നൽകിയപ്പോ എന്തൊരു മഹത്വമാണതിന്! അത് വർണ്ണിച്ച് തീർക്കാനൊക്കുമോ? ഏറ്റവും നല്ല ഭംഗിയല്ലേ? ഏറ്റവും നല്ല സൗന്ദര്യമല്ലേ? ഖുർആൻ നല്ല ശബ്ദത്തിൽ ഒരാൾ ഓതുമ്പോ, നല്ല ഈണത്തിൽ വീട്ടിൽ വെച്ചൊരു ആണോ പെണ്ണോ ഖുർആൻ ഓതുകയാണ്. പെണ്ണ് പെണ്ണിൻ്റെതായ രൂപത്തിലൊന്ന് പതുക്കെയും ആണ് കുറച്ച് ഉറക്കയും നല്ല ശബ്ദത്തിൽ ഓതുന്നു, നല്ല ഈണത്തിൽ ഓതുന്നു. ആ ഖുർആൻ കേൾക്കാൻ ഒരു മലക്കല്ല കേട്ടോ വരുന്നത്, 100 മലക്കല്ല കേട്ടോ വരുന്നത്. സമാഉദ്ദുന്യയിലെ മലക്കുകൾ മുഴുവനും സുന്ദരമായി ഖുർആൻ ഓതുന്നവന്റെ വീട്ടിന്റെ മട്ടുപ്പാവില് വരി വരിയായി എത്തിപ്പോയി.